ദേശീയ തലത്തിൽ ഇപ്പോ നമുക്ക് രാഹുൽ ജിയെ പോലുള്ള ലീഡറൊക്കെ തന്നെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ലീഡറാണെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഹിന്ദുത്വ രാജ്യ പോലുള്ള ഒരു ഭീതിജനമായ ഒരു സാമൂഹ്യ സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള ഒരു നയസമീപനവും ഒരു ഫ്ലെക്സിബിലിറ്റി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കോൺഗ്രസിൽ കാർക്കെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെ കൂടെ നിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു അല്പം ലിബറൽ എന്നല്ല പറയേണ്ടത്, കാലാനുസൃതമായ അതിനകത്തുള്ള മാറ്റം വേണം എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിൽ വന്ന ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാവുന്ന ഞാൻ സ്വപ്നം കാണുമ്പോൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരു പോസിറ്റിവിറ്റി ഈ ലെവലിലേക്ക് കേരളത്തിലെ UDF പ്രസ്ഥാനവും കോൺഗ്രസ് ഒക്കെ മാറിയിട്ടുണ്ടോ എന്നുള്ളത് ആക്കി കഴിഞ്ഞാൽ സംശയാസ്പദമാണ്. ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സോഷ്യൽ ആക്ടിവിസത്തിലുള്ള പ്രവർത്തകരെ ജനപ്രതിനിധികളായി മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതങ്ങനെ ഒരു ചിന്തക്ക് ശക്തി പകർന്നത് ജാനുവിനെ ഉൾക്കൊള്ളാൻ VD സതീശനെ പോലുള്ള ആളുകളൊക്കെ തന്നെ സ്വീകരിച്ചൊരു സമീപനമാണ്. അപ്പൊ VD സതീശനെ കാണിക്കുന്ന ആ സമീപനം കോൺഗ്രസിന്റെ ഉള്ളിലും UDFന്റെ ഉള്ളിലും മൊത്തത്തിലുണ്ടോന്ന് വെച്ചാൽ അതില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അവർ നേരിടുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉള്ളപ്പോഴും അവർക്ക് ഇത്തരം കാര്യങ്ങൾ അഭിസംബോധന ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് ഞങ്ങൾ ഈ പറയുന്ന SC/ST ഡെവലപ്മെന്റ് ഫണ്ട് ആക്ട് വേണം, ഈ ഗ്രാന്റ് വിഷയങ്ങളൊക്കെയുള്ള വലിയൊരു അവകാശ പത്രിക അവർക്ക് കൊടുത്തിരുന്നു. അതിലേറെക്കുറെ ഭൂരിപക്ഷം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അപ്രോച്ചിലാണ് അവർ നിൽക്കുന്നത്. അത്തരം കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. ആ സ്പേസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ഒരു അപ്രോച്ച് LDF പോലുള്ള മുന്നണിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് നമുക്കുള്ളത്. നമ്മളതിനൊന്നും വിമുഖത കാണിക്കുന്നവരല്ല. BJP ഒഴികെയുള്ളവരെല്ലാം ഒരു സെക്യുലർ പ്രതലത്തിൽ നിൽക്കുന്നവരാണെന്നാണ് നമ്മളുടെയൊക്കെ ഒരു ധാരണ. പക്ഷെ അങ്ങനെ ഒരു അപ്രോച്ച്, ഒരു ബഹുസ്വരത അംഗീകരിക്കുന്ന ഒരു അപ്രോച്ച് ഈ ലെഫ്റ്റ് പാരമ്പര്യം അവകാശപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അന്നും ഇന്നും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. അവർ വളരെ റിജിഡാണ് ഇക്കാര്യത്തിൽ.